വേദിയിലിരിക്കുന്ന ബിജുവച്ച, ഷിനോയച്ച, കിരാമനെ, സണ്ണിച്ചേട്ട, ജോസിയേട്ട, മരിക്കുട്ടി കുഞ്ഞമ്മ, മേഴ്സിറ്റാമ്മ, നമ്മുടെ പുതിയ സിസ്റ്റർ പിന്നെ ജോർജ്, എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ, മാധവത്ത്, കീരമ്പനാല്, ചാലില് കുടുംബാംഗങ്ങളെ, അവിടുന്ന് കല്യാണം കഴിച്ചു വിട്ടവരുണ്ട്, കല്യാണം കഴിച്ചു കൊണ്ടുവന്നവരുണ്ട്, പിന്നെ ജോസഫീനാമ്മ, ലേണി സിസ്റ്റർ, റോസ്ലി സിസ്റ്റർ, എല്ലാവരോടും എൻ്റെ ഇന്നത്തെ ഒരു കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് വിളിക്കാനും അല്ലെങ്കിൽ പറയാനും, നിങ്ങളുടെ കൈപിടിച്ച് എനിക്ക് നിങ്ങളെ അറിയാമെന്ന് പറയാനും അനുഗ്രഹം കിട്ടിയത് ആർമണ്ടച്ചൻ എന്നെ നിങ്ങളുടെ എല്ലാം വീടുകളിലൂടെ എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു 9-ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഓരോ കുടുംബത്തിലും വന്ന് ഓരോരുത്തരെയും കണ്ട് പരിചയമുള്ളത് കൊണ്ടാണ്. ആർമണ്ടച്ചൻ്റെ കൂടെ നടന്നപ്പോൾ, അച്ഛൻ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഞാൻ അച്ഛൻ്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ സ്വന്തമാണ്, ഏറ്റവും വേണ്ടപ്പെട്ടതാണ്. ഞാൻ അച്ഛൻ്റെ കൂടെ പോയി അടുത്തൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആ വീട്ടുകാരുടെ എല്ലാം ഓരോരുത്തരെയും സ്വന്തമാണ് അച്ഛൻ. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ഓരോ നിമിഷവും സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് തുടിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ദൈവാനുഗ്രഹം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അച്ഛൻ്റെ കൂടെ പോയ ഓരോ സമയങ്ങളും. ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ കോൺവെന്റിൽ അച്ഛൻ്റെ കുർബാന കഴിഞ്ഞിട്ട് കോൺവെന്റിൽ നിന്ന് ഞാൻ അച്ഛനും കൂടെ പയ്യമ്പള്ളിയിൽ പോയി കമ്മന നമ്മുടെ കുഞ്ഞിപ്പെണ്ണേച്ചീൻ്റെ ആൻറ്റീസേച്ചീൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് തിരിച്ച് ചാലിൽ വന്നു. ചാലിൽ നിന്ന് തിരിച്ച് ബേബിച്ചാട്ടൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ പനമരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പനമരം പുഴയും നമ്മുടെ മാനന്തവാടി പുഴയും കൂടി കര കവിഞ്ഞൊഴുകുന്ന സമയത്ത് അച്ഛൻ്റെ നിർബന്ധം പെട്ടെന്ന് പോയാൽ മറിയക്കുട്ടിൻ്റെ വീടെത്താം, അതായത് പുഴ കടന്ന്. അപ്പോൾ ചാലിലെ ബേബിച്ചേട്ടനോട് പറയാണ്, നമുക്ക് ബേബി തോണിയും കൊണ്ട് പോകുന്നത്. അപ്പോൾ എൽസി ചേച്ചിയോട് ചോദിച്ചു. ബേബിച്ചേട്ടൻ പറഞ്ഞു, അച്ഛനിങ്ങനെ തോണിയും കൊണ്ടാണ് പോകുന്നേ പറഞ്ഞത്. എൽസി ചേച്ചി ഇവിടെ ഉണ്ടാകും അതായിരിക്കും. അപ്പോൾ അച്ഛനല്ലേ പറയുന്നേ, പൊക്കോ ബേബി എന്ന് പറഞ്ഞു. എൽസി ചേച്ചി പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ആ കര കവിഞ്ഞൊഴുകുന്ന അത്രയും വെള്ളം, ഇന്നത്തെ പാലമൊന്നുമില്ല, ബേബിച്ചേട്ടൻ ഒരു പുഴയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ മുകളിലേക്ക് തോണി തുഴഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ നല്ല സുഖം, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അവിടെ ചെല്ലുമ്പോൾ കുത്തൊഴുക്കിലേക്ക് ഇടത്തേക്ക് തോണി പിടിച്ചൊരു പോക്കായിരുന്നു. അപ്പം അച്ഛൻ എന്നോട് ചോദ്യമാണ്, പേടിയുണ്ടോ സണ്ണിന്ന്? എനിക്ക് പേടിയല്ല, എൻ്റെ എല്ലാം മുകളിലേക്ക് പോകുന്നൊരു തോന്നല്, വിഷമം കൊണ്ടൊരു സണ്ണി പറഞ്ഞു, പേടിക്കണ്ട, തമ്പുരാൻ കൂടെയുണ്ട്. എന്തായാലും ഒരു 10 മിനിറ്റത്തെ പ്രയത്നം കൊണ്ട് ഞങ്ങൾ തോണിയുടെ നക്കരെ വന്നു. ഞാനും അച്ഛനും കൂടി നടന്ന് ആ വയലിൽ കൂടി വന്ന്, ഇതുപോലെ മഴ പെയ്യുന്ന സമയം ചെളിയാണ് മുഴുവൻ. ചെളിയിൽ അച്ഛൻ്റെ ചെരുപ്പിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, ഭൂമിയിൽ ആരും ഇപ്പം ആ സൈസ് ചെരുപ്പിടിയല്ല, അതേ കൂട്ടൊരു ചെരുപ്പ്, അതായത് ഒരു പച്ച റബ്ബറിൻ്റെ ചെരുപ്പ്. എൻ്റെ ചെരുപ്പ് ഈ ചെളി താന്നു പോയപ്പോൾ ഞാൻ വലിച്ചു പൊക്കിയപ്പോൾ പൊങ്ങി വന്നു. അച്ഛൻ്റെ ചെരുപ്പ് വന്നില്ല. നിർഭാഗ്യവശാൽ അച്ഛനും ഞാനും കൂടി ആ കണ്ടത്തിലേക്ക് ചെളിയിലേക്ക് വീണു. അവിടെ നിന്ന് ഞങ്ങൾ അടുത്തുള്ള വീട്ടിൽ വന്നപ്പോൾ അവിടുന്ന് ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞ അച്ഛൻ. അപ്പം ഞാനോർത്ത് അച്ഛൻ ഇനിയും കുപ്പായം ഉണ്ടായിരിക്കും തോൾ സഞ്ചി നോക്കുമ്പോൾ ഒരു പകുതി കീറിയ ഒരു ജുബ്ബയും ഒരു കാവി മുണ്ടും മാത്രം. അവിടെ നിന്ന് ഞങ്ങൾ അച്ഛൻ്റെ ആ പാൻറ്റും ആ ഉടുപ്പെല്ലാം ഒന്ന് കഴുകി, ആ വീട്ടുകാരെ സഹായിച്ചൊന്ന് കഴുകി ഒരു കവറിനകത്താക്കി ഈ പാൻറ്റും ജുബ്ബ ഇട്ടുകൊണ്ട് പോരുവാണ്. ആ ജുബ്ബയും കൊണ്ട് ഈ ആകെ നമ്മുടെ ഒരു ഷർട്ടും പാൻറ്റും കൂടെ തൂക്കിയാൽ ഒരു 1.5-2 കിലോ കാണുമെങ്കിൽ അച്ഛൻ്റെ പാൻറ്റ് ഷർട്ട് കൂടെ അന്ന് നമ്മൾ നനഞ്ഞു കഴിഞ്ഞ് കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു 8 കിലോയിലും വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റും തൂക്കി ഞങ്ങൾ ദാസനക്കരയിൽ നിന്ന് നടന്ന് പാക്കത്ത് ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ജീപ്പ് കിട്ടുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ വേഗം മറിയക്കുട്ടിൻ്റെ വീടെത്തിയില്ലെന്ന് പറഞ്ഞു. അതാ 3 മണിക്കൂർ സമയം കൊണ്ട് മറിയക്കുട്ടിൻ്റെ വീടെത്തി. അത്രയും കട്ട തയ്ച്ച് മറിയക്കുട്ടി കുഞ്ഞുമ്മയുടെ വീടെത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് ഞാനും ഗ്രേസിക്കറിയാം ആ പാൻറ്റിനുള്ള തുന്നല് ഒരു 15 തുന്നൽ കൂടുതലുണ്ട്. കാരണം കുത്തി ഇറക്കിയിട്ട് ഞങ്ങൾ തേപ്പൂട്ടിയിൽ അന്ന് ചിരട്ട കത്തിച്ച് ഈ പാൻറ്റും ഈ ഉടുപ്പും ഗ്രേസിയാണ് തേക്കുന്നത്. അപ്പോൾ കൈയടയ്ക്കുമ്പോൾ മറുപേർ തേച്ചു. എന്നിട്ട് നേരം വെളുത്തിട്ടും ആ ഉടുപ്പ് ഉണങ്ങിയില്ല. അതേപോലെ ഞങ്ങൾ പുൽപ്പള്ളിയിൽ നമ്മുടെ കുഞ്ഞോ ചേച്ചിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് മണിമൂളി പോയി. മണിമൂളിയിൽ നിന്ന് മേഴ്സിറ്റാമ്മയാണ് ആ ഉടുപ്പ്, അന്ന് അവിടെയാണ് കറണ്ട് ഉള്ളത്, കറണ്ടിൽ ഇത്തിരിപ്പെട്ടിയിൽ തേച്ച് ഉണക്കി
അച്ഛന് മേഴ്സിറ്റാമ്മയ്ക്ക് ഒരു പേടി പെട്ടെന്ന് ചെന്നപ്പോൾ അച്ഛന് ഇതുവരെ ഇങ്ങനെ ഉടുപ്പില്ലാതെ ഈ ജുബയിലും വരുന്ന മേഴ്സിറ്റാമ്മ ആദ്യമായിട്ട് എന്നോട് ചെന്നാടാ പറ്റിയേ. ഞാൻ പറഞ്ഞു എന്നാ പറ്റിയേ? അല്ല അച്ഛൻ ഇങ്ങനെ വരുന്നത്. ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ നനഞ്ഞു പോയി. അപ്പോൾ അച്ഛന് വേറെ ഉടുപ്പില്ലേ? അച്ഛൻ്റെ ഉടുപ്പുണ്ടോയെന്ന് എനിക്കൊരു ബാഗ് സഞ്ചിയിലില്ലായിരുന്നു. ഓ, മേഴ്സിറ്റാമ്മയാണ് അതന്ന് ഉണക്കി. അവിടുന്ന് ഞങ്ങൾ നേരെ കീരമ്പനാൽ മാധവത്ത് വന്നു. അത് കഴിഞ്ഞ് കീരമ്പനാൽ വന്നു. അവിടുന്ന് ആ വഴിക്ക് തന്നെ കൂമ്പാറ പോയി ആനോട്. ഇത്രയും സ്ഥലങ്ങളിൽ ഇതേപോലെ ഒരു 2-3 പ്രാവശ്യമായാലും അച്ഛൻ്റെ കൂടെ ഞാനിങ്ങനെ പോയിട്ടുണ്ട്. ഈ പോകുന്ന വഴിക്കെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. അതായത് എന്തെങ്കിലും മഴ നനയുന്ന പോലെ. അച്ഛന് അതൊന്നും വിഷയമില്ല. ആരുടെ വീട്ടിൽ എങ്ങനെ ചെന്നാലും ഏത് തന്നെയാലും ചിലപ്പോൾ ചെന്ന് ചായയാണ്, ആ ചായ കുടിച്ചേക്കാം. പിന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇത് നമ്മുടെ ഇവിടെ ഒരു പഴം കൊടുത്താൽ ചോദിക്കും, നമ്മുടെ ഇവിടെ ഉണ്ടായ കൊല്ലിൻ്റെ ആണോ? അതെ. ഓ, ദൈവാനുഗ്രഹം. അതാണ് അച്ഛൻ. അച്ഛന് നമ്മൾ കൃഷിക്കാരോടുള്ള ഒരു ബഹുമാനം നിറഞ്ഞൊരു സ്നേഹം, ഒരു സന്തോഷം. അപ്പം അത് നമ്മുടെയൊക്കെ വീടുകളിൽ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ ആരുടെയും വലിപ്പിച്ചെറുപ്പമില്ലാതെ പൈസക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ചെറിയവനെന്നോ വലിയവനോ. പിന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ൽ. എത്രാം സ്ഥാനമുണ്ട്? അപ്പം നമ്മൾ നാണക്കേട് കൊണ്ട് 15ാം സ്ഥാനമാണെങ്കിൽ 15. കുഴപ്പമില്ല, നന്നായിട്ട് പഠിക്കണം കേട്ടോ, തമ്പരാൻ കാത്തോളും. ഇതൊക്കെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എന്നോട് മാത്രമല്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ നമ്മുടെ കുടുംബങ്ങളിൽ വന്ന സമയത്ത് ഇതൊരു കാഴ്ചപ്പാട്, നമ്മുടെ കാഴ്ചപ്പാട്. അച്ഛനെ അപ്പോഴും പറയും, അച്ഛൻ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നത്? അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അച്ഛൻ പറയും ഇതൊന്നുമില്ല. അച്ഛനോട് ചോദിച്ചപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിവിടെ അച്ഛൻ്റെ സപ്തതി കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അച്ഛൻ പറയും, തമ്പുരാൻ പറയും, ഞാനതുപോലെ ചെയ്യും. പക്ഷെ നമ്മളോട് തമ്പുരാൻ പറയുന്നുണ്ടാവും. നമുക്ക് ഗ്രഹിക്കാൻ അച്ഛനെ പോലെ ആ വിശുദ്ധനാകാനുള്ള, ഇന്നലെ പാമ്പളാൻ ഈ പിതാവ് പറഞ്ഞ പോലെ ഒരു വിശുദ്ധനാകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അച്ഛൻ്റെ പോലെ വിശുദ്ധന്മാരുണ്ടാകാനും ആ വിശുദ്ധരുടെ കൂടെ നടക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നവരാണെന്ന് വിചാരിക്കും നമ്മൾ. പിന്നെ ഇവിടെയുള്ള 1-2 അനുഭവങ്ങൾ, ഒരു പ്രാവശ്യം നമ്മുടെ ഗ്രേസി ചേച്ചി സേവിച്ചേട്ടൻ്റെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിറഞ്ഞു